ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ചേമ്പന്താൾ കെട്ടുപീര. ചേമ്പന്താൾ കെട്ടുപീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും ഉണ്ടാക്കാത്തൊരു കറിയാണ്. അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു കറിയല്ല. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചേമ്പിൻ്റെ ഏറ്റവും തളിരിലയാണ് നമ്മൾ ചുരുട്ടിയെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത്. ചേമ്പിൻ്റെ ഏറ്റവും വലിയ ഇലകളൊന്നും നമ്മളെടുത്ത് ഈ കറി ഉണ്ടാക്കാൻ പാടില്ല. ഏറ്റവും തളിരിലയാണ് നമ്മൾ ചേമ്പന്താൾ കെട്ടുപീരയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചേമ്പന്താൾ കെട്ടുപീര റെഡിയായി കഴിഞ്ഞാൽ ഉടനെ എടുത്ത് നമ്മളത് കഴിക്കരുത്. പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ചേക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ കറി കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടംപുളിയുടെ പുളിയും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഈ ചേമ്പന്താളെ പിടിച്ച് നല്ല സെറ്റായതിനു ശേഷം, തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കറി കഴിക്കേണ്ടതായിട്ടുള്ളത്. അത് ചൂടോടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തൊണ്ട ചൊറിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കറി ഉണ്ടാക്കി ഒരു 4 മണിക്കൂറിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. താള് കെട്ടുപീര ഉണ്ടാക്കാനായി ചേമ്പിൻ്റെ ഇളം താള് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുടംപുളി, അരമുറി തേങ്ങ ചിരണ്ടിയത്, ചെറിയുള്ളി, കൊത്തമല്ലി, കാന്താരി മുളക്, ജീരകം, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ് താള് കെട്ടുപീര ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി താളെങ്ങനെയാണ് കെട്ടി റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇളം താള് എടുത്തിരിക്കുന്നു, ചുരുണ്ടിരിക്കുന്ന താള്. ഇതിനെ നടുവേ കീറുക. നടുവേ കീറിയതിന് ശേഷം ചുരുണ്ടിരിക്കുന്നത് അകംഭാഗം അകത്ത് തന്നെ വരണം. പുറം ഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുക്കുക, കെട്ടുക. അകത്തോട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അകത്തോട്ട് തന്നെ ചുരുട്ടണം. താളെല്ലാം നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പീര വെക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. ആദ്യമായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ, കൊത്തമല്ലി, ഒരു ശകലം കൊത്തമല്ലി, കാന്താരിമുളക് ഒരു 10 പീസ്, വെളുത്തുള്ളി ഒരു 4-5 പീസ് വെളുത്തുള്ളി, ചെറിയുള്ളി, സ്വല്പം ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഈ പീര നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. പീര നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയുള്ളി, കുടംപുളി, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി, ഒന്ന് മിക്സാക്കിയിട്ട് ഒരു സ്വല്പം വെള്ളം, സ്വല്പം കറിവേപ്പിലയിട്ട് നമ്മളിതിലേക്ക് ചേമ്പുതാളിട്ട് മൂടി വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊരു വെജിറ്റേറിയൻ ഐറ്റമാണ്. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഉണക്കമീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയുടെ വേണേൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം.
താള് കെട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മൾ വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അതുകൂടാതെ തന്നെ ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പലവിധ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ളൊരു ഔഷധം കൂടിയാണ് ഈ കറി. അതുകൊണ്ട് ഇത് ഹൈ റേഞ്ചുകളിലൊക്കെ വീടുകളിൽ ആഴ്ചയിൽ ഒന്ന് ഇത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കറിയാണ്. അപ്പം ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണ, ഇത് മസ്റ്റാണ്. ഇത് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഏറെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തീ ഓഫാക്കാം. ചേമ്പില കെട്ടുപീര റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഈ പീര നമുക്ക് കപ്പയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.